നമുക്കറിയാം, ആസന്നമായിരിക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പ്. ആ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന പല കാര്യങ്ങളും, അതിലൂടെ വരുന്ന പല കാര്യങ്ങളും നമ്മുടെ പാർട്ടി പ്രവർത്തകരെ പലരും ഉൾക്കൊള്ളുകയും പങ്കാളിയാകുകയും അതിൽ ഇടപെടാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുകയും ചെയ്തു. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റാണ്, സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അതുപോലെ വിശ്വസിക്കരുത്. ശരിയായ മാർഗത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ ആ യാത്രയുടെ മാർഗം തിരിച്ചുവിടാൻ കഴിയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആകർഷകരാകുന്നു. പത്രമാധ്യമങ്ങളും റേഡിയോ TV മാധ്യമങ്ങളും നമ്മൾ ഓൺ ചെയ്ത് നോക്കിയാലോ തുറന്നു നോക്കിയാലോ അതിൽ കാണാൻ കഴിയുന്ന നമ്മൾ ആവേശം കൊള്ളിക്കുന്ന പല വാഗ്ദാനങ്ങളും ഇടപെടലുകളും പല വെച്ചുകെട്ടലുകളും നമുക്ക് കാണാൻ കഴിയുന്നു. UDF പറയുന്നു, ആക്ടിവിസ്റ്റായ 3ഓളം വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ സീറ്റ് കൊടുക്കാൻ പോകും. അതിൽ ആവേശപ്രകടമായിരുന്ന ഒരു കൂട്ടം ജനങ്ങളും UDF-നെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇന്നലകളിൽ UDF-ന്റെ തോക്കിനിരയായവർ, ഇന്നലകളിൽ UDF-ന്റെ ലാത്തിക്കിരയായവർ, ഇന്നലകളിൽ UDF-ന്റെ ഭരണകാലത്തെ പീഡനങ്ങളും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും ഏറ്റുവാങ്ങിയവർ ഇന്ന് അവർക്ക് വേണ്ടി ജയ് വിളിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്, ക്യൂ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചില നേതാക്കന്മാർ പറയുന്നത്, BSP ഈ പറയുന്ന ദളിത് നേതാക്കന്മാർക്കെല്ലാം പിന്തുണ പ്രഖ്യാപിക്കണം. അതാണ് അംബേദ്കറിസം. അംബേദ്കറിസത്തിന്റെ പ്രസക്തി അവിടെയാണ്. അംബേദ്കറിസം വയറ്റിപ്പഴപ്പിനായി, അംബേദ്കറിസം ജീവിതമാർഗമായി കണ്ട, ജീവിത ലക്ഷ്യമല്ല ജീവിത മാർഗമായി കണ്ട ഒരു കൂട്ടം ആൾക്കാരെ വാട്സപ്പിലും ഫേസ്ബുക്കിലും വീട്ടിനകത്ത് കുത്തിയിരുന്നു കൊണ്ട് ചെയ്തു വിടുന്ന ജോലികൾ ദയവായി നിങ്ങൾ വിശ്വസിക്കരുത്, അത് ഏറ്റെടുക്കുകയും ചെയ്യരുത്. അത് ഏറ്റെടുക്കരുത്. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ പോകുന്നില്ല. നമുക്കറിയാം, മതിൽകെട്ടാൻ എന്തുണ്ടായി. ചെങ്ങറ സമര പ്രവർത്തകരെ, നേതാക്കളെ കയറിക്കിടക്കാൻ, വീട് വെച്ച് കെട്ടാൻ, കുടില് വെച്ച് കെട്ടാൻ 3 സെന്റ് 5 സെന്റ് 10 സെന്റ് 50 സെന്റ് ഏക്കറുകളിൽ ഭൂമി ചോദിച്ച ചെങ്ങറ സമരത്തിൽ ഏർപ്പെട്ട പാപം നമ്മുടെ സഹോദരങ്ങളെ കള്ളന്മാരെന്ന് വിളിച്ച മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടായത്. നോക്കുക, സമരം നടത്തിയ ആദിവാസികളെ ചുട്ടുകൊന്ന നാടായത്. അതിന്റെ തീവ്രത പോരായിരുന്നു പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന നാടായത്. ഇത് ഈ രാഷ്ട്രത്തിന്റെ, ഈ രാജ്യത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ ധർമ്മത്തിനൊത്തവണ്ണം പോലീസ് പ്രവർത്തിച്ചില്ല എന്ന് പറയുന്ന നാടായത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞതാണ്. അതായത് പോലീസുകാരെ വെടിവെച്ച് കൊന്നതും പീഡിപ്പിച്ചതും ലാത്തിക്കടിയേൽപ്പിച്ചതും ചുട്ടുകൊന്നതും അതിന്റെ തീവ്രത പോരാ, എണ്ണം പോരാ, കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞ നാടാണ് കേരളം. അവർക്കാണ് ഇന്ന് പലരും പിന്തുണ കൊടുക്കണമെന്ന് പറയുന്നത്. ചില പിൻകാല പാർട്ടി നേതാക്കന്മാരൊക്കെ ഇപ്പൊ മാറി നിന്നിട്ട് BSP അവർക്ക് പിന്തുണ ആൾക്കാർ UDF-ന്. ഇവിടെ BSP എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ആദ്യം ഉണ്ടാക്കിയ പാർട്ടിയാണ് BSP, കാൻശ്യാംജി. അല്ല, BSP കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയല്ല. കാൻശ്യാംജിയെയും ബെഞ്ചിയെയും അതുപോലെ ബഹുജൻ സമാജ് പാർട്ടി നേതാക്കന്മാരെയും നിലനിൽക്കുന്ന നേതാക്കന്മാരൊക്കെ MP-മാരും മന്ത്രിമാരും MLA-മാരും ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ് BSP. ഇവിടുത്തെ ബ്രാഹ്മണ സംരംഭം ആൾക്കാരെ അധികാരിയാക്കാൻ വേണ്ടി വന്ന പാർട്ടിയല്ല BSP. അതുകൊണ്ട് തന്നെ BSP ആർക്ക് പിന്തുണ കൊടുക്കണ്ട, എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് നിശ്ചയിക്കാൻ ബഹുജൻ സമാജ് പാർട്ടിയെ നാളുകളായിക്കൊണ്ട് തകർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് യാതൊരു അവകാശവും ഇല്ല. അവരെ വാക്കി കേൾക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല. ഇപ്പൊ മറ്റെല്ലാം സീറ്റ് വെച്ചെടുക്കുന്നുണ്ടാ. UDF, LDF, NDA എന്ന് പറയുന്ന മുന്നണികളെല്ലാം ഇവിടുത്തെ ദളിതുകൾക്ക്, പിന്നോക്കാർക്ക് ന്യൂനപക്ഷ സീറ്റ് വെച്ച് നീട്ടുകയാണ്. എന്താ കാര്യം? കേരളത്തിലുള്ള ഇന്ത്യയിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ മുന്നേറ്റം അപകടകരമാണെന്ന് കണ്ട ഇവിടുത്തെ മനുവാദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാരനെ, ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളെ വീണ്ടും വീണ്ടും പറ്റിക്കുന്നതിലേക്ക് വേണ്ടി സീറ്റ് കൊടുക്കുകയാണ്. പണ്ട് കാൻശ്യാംജി
ഇന്ത്യയിൽ കളിയാക്കിയ ഒരു പാർട്ടിയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ഇന്ത്യയിൽ 543 സീറ്റിലും പിന്തുണ കൊടുക്കുകയും ഒരു സീറ്റ് മഹാരാഷ്ട്രയിൽ RPIക്ക് കൊടുത്തുകൊണ്ട് സീറ്റ് ധാരണയായി. 543 സീറ്റിൽ ഒരു സീറ്റ് ആർക്കാ? RPIക്ക്. ബാക്കി സീറ്റ് മുഴുവൻ ആർക്കാ? കോൺഗ്രസിന്. സംഭവം കുശാലായി. അവിടെ സന്ധി സംഭാഷണമായി, ധാരണയായി, മുന്നണി ബന്ധമായി. അതുപോലെ ഏതെങ്കിലും ഒരു സീറ്റ് കേരളത്തിൽ ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരന് കൊടുത്തുകൊണ്ട് BSP മുഴുവനും അവർക്ക് പിന്തുണ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. BSP എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കാൻ BSPയുടെ കരുത്തരായ നേതാക്കളും BSPക്ക് ശക്തമായി അയൽനാടി ബെഹൻജി മായാവതി ഇന്ത്യയിലുണ്ട്. അതിനുവേണ്ടിയാണ് വിളിക്കുന്നത്. അവരുടെ വാക്ക് കൺവീൻ നമ്മൾ നിൽക്കുന്നത്. BSP നിയന്ത്രിക്കാൻ വളരെ തയ്യാറാവുന്നില്ല. ആകുകയും വേണ്ട, അത് യാതൊരു സംശയവും വേണ്ട. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. കാരണം വിദ്യാഭ്യാസം ചെയ്യുന്നതാണ് അവകാശ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്ന മാർഗമെന്ന് അറിവെന്ന് കണ്ട മാർക്സിസ്റ്റ് പാർട്ടി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കേരളത്തിൽ തകർത്തുകൊണ്ടിരിക്കുക. BJP ഇന്ത്യയിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കുന്നത് പോലെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കുക. ഈ ഗ്രാന്റ് മുടക്കി സ്കോളർഷിപ്പ് മുടക്കുന്നുണ്ട്, വിദേശ പഠനത്തിലെ കാശ് വെട്ടി കുറയ്ക്കുന്നുണ്ട്. അവർ കൊടുക്കുന്നില്ല. 500 കോടിയിലധികം രൂപ ഇവിടെ ലാപ്സാക്കിയപ്പോൾ 138 കോടി രൂപ ഈ ഗ്രാന്റ് കിട്ടാതെ വിദ്യാഭ്യാസം ചെയ്യാതെ ഇവിടെ ദളിത് പിള്ളേർ, SC/ST സ്റ്റുഡൻസ് ഇവിടെ വിദ്യാഭ്യാസം മതിയാക്കി വെട്ടിപ്പോകുന്നു. ബഹുജൻ സമാജ് പാർട്ടി SC/ST പാർട്ടി ഒന്നുമല്ല. ബഹുജൻ സമാജ് പാർട്ടി ബഹുജൻ സമാജികളെ സംഘടിപ്പിക്കുന്ന പാർട്ടിയാണ്. ഈ ബഹുജൻ സമാജ് പാർട്ടി ഇന്ത്യയിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്ന ബഹുജനങ്ങളുടെ കൂട്ടായ്മ. ആ കൂട്ടായ്മയാണ് ഇവിടുത്തെ കോൺഗ്രസിനെയും BJP ഗവൺമെന്റിനെയും വെളി പിടിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാണ്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും രണ്ടെന്ന് ചിന്തിക്കണ്ട. അവർ ഒരേ തായ്വഴിയിലാണ്. അവരുടെ പ്രവർത്തനങ്ങൾ, അവിടെ ഭരണ സംവിധാനം പരിശോധിക്കുക. ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായി ഇന്ത്യ പ്രഖ്യാപിച്ചു. ഏറ്റവും കൂടുതൽ പട്ടിണി പാവമുള്ള രാജ്യമായി ഇന്ത്യ മാറാൻ പോകുന്നു. ഒരു നേരം ആഹാരം കഴിക്കാൻ കഴിയാത്ത ആൾക്കാരുടെ എണ്ണം 27 കോടിക്കപ്പുറം പോയി. എന്നിട്ടും പറയുന്നു ഇന്ത്യ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ 4ാമത്തെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുകയാണ്. ആർക്കാ സമ്പത്ത്? അദാനിക്കും അംബാനിക്കും ബിർളമാർക്കും ഗോയങ്കമാർക്കുമുള്ള സമ്പത്ത്. ഇവിടുത്തെ കുത്തക മുതലാളിമാരെ സംഘടിപ്പിച്ചുകൊണ്ട്, കുത്തക മുതലാളിമാർക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ പൊതുസ്വത്തെല്ലാം കുത്തക മുതലാളിമാർക്ക് ദാനം ചെയ്തുകൊണ്ട് നമുക്കൊക്കെ വിഹിതമായി കിട്ടേണ്ട, നമുക്ക് ഷെയറായി കിട്ടേണ്ട സമ്പത്തെല്ലാം കുത്തക മുതലാളിമാർ കൊടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായി വാങ്ങിച്ചുകൊണ്ടാണ് BJP പ്രവർത്തനം കൊണ്ടുപോകുന്നത്. ഇവിടെ നമുക്കറിയാം, ഇപ്പൊ ജപ്തി വിഷയം വീടുകൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് എന്നെയാണ് 50-52 വീട്ടുകാരാണ് സമീപിച്ചത്. എന്താ? എല്ലാവരുടെയും വീട്ടിൽ വന്ന് ജപ്തി നോട്ടീസ് ഒട്ടിച്ച് പോകുന്നു. ജപ്തി നോട്ടീസ് ഒട്ടിക്കുന്നു. എത്ര രൂപ? 2 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ എടുത്ത ആൾക്കാരുടെ വീടുകളിൽ ജപ്തി നോട്ടീസ് ഒട്ടിക്കുന്നു. സർഫാസി ആക്ടിൽ പെടുന്നതല്ല. എന്നാൽ അതിന് പുറത്ത് 1 കോടി രൂപയ്ക്ക് പുറത്തെടുത്ത ആൾക്കാർ കോടിക്കണക്കിന്, ലക്ഷം കോടി എടുത്തവർ, 50,000 കോടി എടുത്തവർ, 60,000 കോടി എടുത്തവർ, ലക്ഷം കോടി എടുക്കുന്നവർ, അവരുടെ കടങ്ങളെല്ലാം ഗവൺമെന്റ് എഴുത്തള്ളിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? അവരുടെ കടങ്ങളെല്ലാം അത് ഗവൺമെന്റ് പൊതുകടങ്ങളായി എഴുത്തള്ളുന്നു. സാറ് 2 ലക്ഷം, 3 ലക്ഷം, 1 ലക്ഷം എടുത്ത വീടെല്ലാം ജപ്തി നോട്ടീസ് ഒട്ടിക്കുമ്പോൾ, ആ വീട്ടിലെ ആണും പെണ്ണും പിള്ളേർ കുഞ്ഞുങ്ങൾ നിലവിളിക്കുമ്പോൾ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ആത്മഹത്യയിലേക്ക് വേണ്ടി തള്ളിവിടുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുന്നുണ്ട്. BJPയുടെ പിൻപറ്റിയുള്ള ഗവൺമെന്റ്. പറയണ്ട, ഇത് നേരത്തെ ഗവൺമെന്റ് ചെയ്തു വെച്ചാണ് ഞങ്ങൾ പിന്തുടരുന്നു. ഇത് കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടാക്കിയ പദ്ധതിയാണ്, ഞങ്ങൾ പിന്തുടരുന്നു. കേരളത്തിൽ ഇലക്ഷൻ എടുക്കുമ്പോൾ എല്ലാവരും SC/ST ഡെവലപ്മെന്റ് ഫണ്ടിനെ കുറിച്ചും അവിടെ മിഷനെ കുറിച്ചാണ് പറയുന്നത്. പ്രകടനപത്രം തയ്യാറാക്കുമ്പോൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ പറയുക, കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ SC/ST ഡെവലപ്മെന്റ് ഫണ്ട്, പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച്, തട്ടിയെടുത്ത്, തകർത്തത്, അത് ലാപ്സാക്കിയത് എത്ര കോടിയാണെന്ന് പറയാൻ ഈ ഗവൺമെന്റ് കഴിയില്ല. അവർക്ക് വേണ്ടി പിന്തുണ വരുന്ന PKCക്കാർക്കോ അവർക്ക് വേണ്ടി പിന്തുണ കൊടുക്കുന്ന മറ്റ് നേതൃസ്ഥാനങ്ങൾക്കോ കഴിയില്ല. സാമുദായിക സംഘം കഴിയില്ല. അതൊന്നും വിഷയമല്ല. ഇവിടെ സാധാരണക്കാരന്റെ മക്കൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും, അവൻ ആഹാരം കഴിച്ചാലും ആഹാരം കഴിച്ചില്ലെങ്കിലും, അവൻ നല്ല വസ്ത്രം എടുത്താലും കൊടുത്തില്ലെങ്കിലും, അവൻ ജീവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിഷയമല്ല. ഞങ്ങൾക്ക് എപ്പോഴും സ്തുതിപാഠകന്മാരായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ നടന്നോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ഒട്ട് LDFും UDFും എന്റെയും ചിന്തിക്കണം.
ഇന്ത്യയിൽ ബഹുജനങ്ങൾ സംഘടിക്കാൻ തുടങ്ങി. ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ ധാരയിൽ ബാബാ സാഹേബ് അംബേദ്കറുടെ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അംബേദ്കർ സൺ യഥാർത്ഥ അംബേദ്കറിൽ അവതരിക്കുന്നത് കച്ചവടക്കാർക്കല്ല, ഇവിടുത്തെ ദളിതുകളെയും ദളിത് പ്രവർത്തകരെയും കയ്യിലെത്തുന്ന വാഗ്ദാനങ്ങളെ അഭ്യസിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ യഥാർത്ഥ അംബേദ്കർക്കാണ്. അധികാരത്തിന്റെ പാതയില്ല, നമ്മൾ അധികാരത്തിന് പാതയില്ല. ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യയിൽ നാളെ അധികാരം പിടിക്കുമെന്ന് പറയാൻ ചങ്കുറപ്പുള്ള, അങ്ങനെ അധികാരം പിടിക്കാൻ ഗട്സുള്ള, തീരുമാനമുള്ള പാതയായിരിക്കുന്ന ഒരേ ഒരു പാർട്ടിയും ഒരേ ഒരു നേതാവേ ഉള്ളൂ. അതാണ് അയൽ ലേഡി ബഹൻജി മായാവതിജി, അതാണ് ബഹുജൻ സമാജ് പാർട്ടി. ജയ് ഭീം, ജയ് BSP.